ഹായ് ഫ്രണ്ട്സ്, രൂപേഷാണ്. ഇന്ന് നമ്മൾ ഇന്ത്യയിൽ GST വന്നതിൻ്റെ ഒരു ചെറിയൊരു ഷോർട്ട് ഹിസ്റ്ററി അതാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. ആക്ച്വലി 2000-ൽ അന്നത്തെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ഇന്ത്യയിൽ GST വരേണ്ടതിൻ്റെ ആവശ്യകത അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി അദ്ദേഹമാണ് ഇന്ത്യയിൽ ഇതിൻ്റെ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. അതിനായിട്ട് അദ്ദേഹം ഇവിടെ ഒരു 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 കമ്മിറ്റി രൂപീകരിക്കുകയും ചെയ്തു. അങ്ങനെ 2004-ൽ ഡോക്ടർ കേൽക്കർ ടാസ്ക് ഫോഴ്സ് അവർ ഇന്ത്യയിൽ ശരിക്കും പഠിച്ചതിന് ശേഷം ഇന്ത്യയിൽ GST വരേണ്ടതിൻ്റെ അത്യാവശ്യകത ശരിക്കും ഇവിടെ അവർ റെക്കമെൻഡ് ചെയ്യാനുണ്ടായത്. ഇതിന് ശേഷം 2006-ൽ ബഡ്ജറ്റ് സ്പീച്ചിലാണ് ശരിക്കും 2010 ഏപ്രിൽ 1 മുതൽ GST വരാനായിട്ടുള്ളൊരു പ്രൊപ്പോസൽ വയ്ക്കുന്നത് ബഡ്ജറ്റ് സ്പീച്ചിലാണ് 2006-ൽ. ഇതിന് ശേഷം 2014-ലാണ് ശരിക്കും ലോകസഭയിൽ ഇതിൻ്റെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ബില്ല് വയ്ക്കുകയും അത് പാസ്സാക്കുകയും അങ്ങനെ പ്രസിഡന്റ് ഓഫ് ഇന്ത്യയുടെ അസെൻറ്റ് കിട്ടിയിട്ട് റിസീവ് ചെയ്തതിന് ശേഷം ആ ബില്ല് പാസ്സാവുകയും ചെയ്തു. പിന്നീട് 2016-ൽ രാജ്യസഭയിൽ ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ബില്ല് പാസ്സാവുകയും അത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ആക്ട് 2016 മാറുകയും ചെയ്യുന്നുണ്ടായി. പിന്നെ 2017-ൽ സെൻട്രൽ GST ലെജിസ്ലേഷന് വേണ്ടിയിട്ട് ലോകസഭയിൽ ഒരു പ്രൊപ്പോസൽ വെച്ച് അത് പാസ്സായി ഓൾസോ റിസീവ്ഡ് ദി അസെന്റ് ഫ്രം പ്രസിഡന്റ് ഓഫ് ഇന്ത്യയുടെ കിട്ടിയതിന് ശേഷം ബിൽസ് എനാക്ട് ചെയ്യുകയും ചെയ്തു. ബിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CGST ആക്ട് 2017, SGST ആക്ട് 2017, IGST ആക്ട് 2017, UTGST ആക്ട് 2017, അതുപോലെ GST കോമ്പൻസേഷൻ ടു സ്റ്റേറ്റ്സ് ആക്ട് 2017. ഇതെല്ലാം തന്നെ 2017-ൽ തന്നെ ഇത് എനാക്ട് ചെയ്യപ്പെടുകയും ചെയ്തു. ഇതിന് ശേഷം 2017 ജൂലൈ 1 ഓൾ ഇന്ത്യ ലെവലിൽ GST നടപ്പിലാക്കുന്നത് 2017 ജൂലൈ 1 ഇങ്ങനെയാണ് GST ഇന്ത്യയിൽ എമർജ് ചെയ്ത് ഇന്ത്യയിൽ വരാനുണ്ടായ ഒരു പാത്വേ എന്ന് പറയുന്നത് വളരെ ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ ഇങ്ങനെയാണ്. അപ്പോൾ GSTയെ പറ്റി കൂടുതൽ അറിയാനായിട്ട് ഞങ്ങളുടെ യൂട്യൂബ് ചാനലായിട്ടുള്ള ക്യാപിടാക്സ് ഇന്ത്യ സബ്സ്ക്രൈബ് ചെയ്യാം. ഗെറ്റ് ട്യൂൺ വിത്ത് ക്യാപിടാക്സ് ഇന്ത്യ. താങ്ക് യു.